നമസ്കാരം. ബോട്ടണിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്നത്. യു വർ ഡീലിംഗ് വിത്ത് വേരിയസ് ആനിമൽ ബ്രീഡിംഗ് ടെക്നിക്സ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സസ്. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ആനിമൽ ബ്രീഡിംഗ്? എന്തിനായിരുന്നു നമ്മൾ അത്തരത്തിൽ ആനിമൽസിനെ ബ്രീഡ് ചെയ്തത്? സോ യു നോ ഇറ്റ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്. നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന ജീവികളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസ് ഉള്ള ആനിമൽസിനെ ബ്രീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആനിമൽ ബ്രീഡിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് ഇംപ്രൂവ്ഡ് വെറൈറ്റി? എ ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് വിച്ച് ഈസ് സുപ്പീരിയർ ടു ദ എക്സിസ്റ്റിംഗ് വെറൈറ്റീസ്, അല്ലേ? ഇപ്പോൾ നിലവിൽ ഉള്ള ജീവികളിൽ നിന്നും സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള ഒരു കൂട്ടം ജീവികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ബ്രീഡിംഗ് ടെക്നിക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ഇംപ്രൂവ്ഡ് വെറൈറ്റീസിനെ ഉൽപ്പാദിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഇപ്പോൾ നമ്മുടെ ആഗ്രഹം എപ്പോഴും എങ്ങനെയായിരിക്കും? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് മാക്സിമം ഈൽഡ് കിട്ടുക, അല്ലേ? അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് സസ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നായാലും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പഴയ രീതികൾ, അതായത് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്, നേരത്തെ നമുക്കിപ്പോൾ നിലവിലുള്ള ഫാമിംഗ് മെത്തേഡ്സിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത് എന്ന് നോക്കിയാലോ. വളരെ കുറച്ച് ഫുഡ് ഉൽപ്പാദനം അല്ലെങ്കിൽ വളരെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം മാത്രമാണ് നമുക്ക് ഒരുപാട് ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്താൽ പോലും വളരെ കുറച്ച് ഉൽപ്പാദനം മാത്രം. സോ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? So we can raise only limited food materials and need more land for cultivation to meet the demands. നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ഉൽപ്പാദനം ഉണ്ടാക്കാൻ ധാരാളം സ്ഥലം വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ധാരാളം സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടി വരുന്നു. അതിനെ ഓവർകം ചെയ്യാൻ വളരെ കുറച്ച് ലിമിറ്റഡ് സ്പേസ് ഉപയോഗിച്ച് തന്നെ ഉൽപ്പാദനക്ഷമത കൂടുതലുള്ള സസ്യങ്ങളായാലും മൃഗങ്ങളായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബ്രീഡിംഗ് ടെക്നിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരത്തിൽ ആനിമൽസിനെ ബ്രീഡ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇങ്ങനെയുള്ള ഹൈബ്രിഡ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ടോ? നിലവിൽ ഉള്ള പാരൻസിനേക്കാൾ സുപ്പീരിയർ വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? ആ പ്രക്രിയയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പുതിയ ഹൈബ്രിഡ് ഇനങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന പ്രക്രിയയാണ് plant breeding. So, എന്താണ് plant breeding? So, how can we define plant breeding? Plant breeding is the purposeful manipulation of plant species in order to create desired plant types that are better suited for cultivation, give better yield and are disease resistant. ഒന്നുകൂടെ നോക്കൂ, എന്താണ് പ്ലാന്റ് ബ്രീഡിങ്ങിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? It is the purposeful manipulation of plant species in order to create desired plant types that are better suited for cultivation, give better yield and are disease resistant. നമുക്ക് അനുയോജ്യമായ രീതിയിൽ പർപ്പസ്ഫുള്ളായിട്ട് ഒരു പ്ലാന്റ് സ്പീഷീസുകളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് പ്ലാന്റ് ബ്രീഡിംഗ്. എന്തിനൊക്കെ വേണ്ടിയാണ്? നമുക്ക് അനുയോജ്യമായ സ്വഭാവ സവിശേഷതകളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരിക്കണം. ബെറ്റർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ. ദേ ഷുഡ് ഗീവ് ബെറ്റർ ഈൽഡ്. നമുക്ക് ഉൽപ്പാദനക്ഷമത കൂടിയ ഇനങ്ങളായിരിക്കണം. മാത്രമല്ല ദേ ഷുഡ് റെസിസ്റ്റ് ഡിസീസ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളവ ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകതകളുള്ള സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുക. ഇനി എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? എപ്പോഴാണ് ഈ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? പ്ലാന്റ് ബ്രീഡിങ് പുരാതന കാലം മുതൽ തന്നെ, ഏൻഷ്യൻ ടൈംസിൽ തന്നെ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന ടെക്നിക്ക് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ചെടിയുടെയും വന്യ ഇനങ്ങളിൽ നിന്ന് പ്രകൃതി നാച്ചുറലായിട്ട് തന്നെ വ്യത്യസ്ത വെറൈറ്റീസിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്.
നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ പാഠത്തിൽ ക്രോസ് പോളിനേഷനും സെൽഫ് പോളിനേഷനും പഠിച്ചതാണ്. ഇപ്പോൾ ക്രോസ് പോളിനേഷൻ്റെ ഒരു പ്രത്യേകത തന്നെ വ്യത്യസ്ത വെറൈറ്റീസ് ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് വേരിയേഷൻസ് ഉണ്ടായി നമ്മൾ ഇന്ന് കൃഷി ചെയ്യുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്ന പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. So I think all of you are familiar about the terms green revolution, blue revolution, white revolution, yellow revolution, silver revolution, etc. എന്താണ് ഈ ടേംസ് ഡിനോട്ട് ചെയ്യുന്നത്? കാർഷിക മേഖലയിലും ഫിഷറീസ് മേഖലയിലും ഒക്കെ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ചില കാലഘട്ടങ്ങളെയാണ് നമ്മൾ ഈ ടേംസ് കൊണ്ട് ഡിനോട്ട് ചെയ്തത്. ഇവിടെ let us speak about green revolution. So what is green revolution? It is a rapid increase in agriculture output. ഒരു കാർഷിക മേഖലയിൽ ലോകത്ത് മുഴുവൻ വളരെ റാപ്പിഡായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുത്ത കാലഘട്ടമാണ് ഗ്രീൻ റെവല്യൂഷൻ. ഇറ്റ് വാസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് for development of higher yielding and disease resistant varieties of cereals like wheat, rice, maize, etc. ആരാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? യു നോ, ഇറ്റ്സ് എ നോർമൻ ഏർണസ്റ്റ് ബർലോഗ്. ഹി ഈസ് ആൻ അമേരിക്കൻ എഗ്രോണമിസ്റ്റ് who introduced the semi-dwarf varieties of wheat all over the world, mainly in Mexico. മെക്സിക്കോയിൽ 1960s ഒരു സെമി ഡ്വാഫ് വെറൈറ്റി വീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നോർമൻ ബർലോഗ് ഗ്രീൻ റെവല്യൂഷന് തുടക്കമിട്ടത്. അവിടെ എന്താണ് ഈ സെമി ഡ്വാർഫ് വെറൈറ്റി? ഡ്വാർഫ് എന്ന പദം നിങ്ങൾക്കറിയാം. വളരെ പൊക്കം കുറഞ്ഞ ജീവികളെയാണ് നമ്മൾ ഡ്വാർഫ് എന്ന് പറയുക. സെമി ഡ്വാർഫ് ഇടത്തരം ഹൈറ്റുള്ള, ഒരുപാട് ഹൈറ്റ് കൂടിയതല്ല, ഇടത്തരം പൊക്കത്തിലുള്ള സസ്യങ്ങൾ, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ആയിട്ടുള്ള, ധാരാളം ഉൽപ്പാദനക്ഷമത കൂടിയ, ഇടത്തരം പൊക്കത്തിലുള്ള, ഒരുപാട് പൊക്കം കുറഞ്ഞവയല്ലാത്ത സസ്യങ്ങളെ അല്ലെങ്കിൽ വീറ്റ് വെറൈറ്റീസ്, ഗോതമ്പ് മെക്സിക്കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി അഗ്രികൾച്ചർ ഫീൽഡിൽ വളരെ റാപ്പിഡായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ നോർമൻ ബർലോഗിൻ്റെ ഈ സംരംഭത്തിന് സാധിച്ചു. ആൻഡ് not only he introduced this variety, he also introduced the better agriculture production techniques also. അന്ന് വരെ നിലവിൽ നിന്ന കാർഷിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായ അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അഗ്രികൾച്ചർ ഫീൽഡിൽ ചെറുതല്ലാത്തൊരു മാറ്റം, വളരെ വലുതെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ നോർമൻ ബർലോഗിന് സാധിച്ചു. ആൻഡ് he won Nobel Peace Prize in 1970 in recognition with his contributions to world peace through increasing food supply. ഇന്ത്യയിൽ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റ്? ആരാണ് ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷന് ചുക്കാൻ പിടിച്ചത്? യെസ്, ഇറ്റ്സ് ഡോക്ടർ MS സ്വാമിനാഥൻ. We can be very proud of him because his ancestry lies in a small village of Alappi district in Kerala. എന്താണ് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലേക്ക് ഗ്രീൻ റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി ചെയ്തത്? യു നോ, ഇന്ത്യൻ ഇക്കോണമി ഈസ് നോർമലി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ. ഇന്ത്യൻ ഇക്കോണമിയുടെ 33% ഓഫ് ദ ടോട്ടൽ GDP accounts from agriculture. And around more than 60% of the total population of India are employed in agriculture sector. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കൂടുതൽ പേരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളിൽ മെജോറിറ്റി ആൾക്കാരും ഫാമേഴ്സാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അഗ്രികൾച്ചർ ഫീൽഡിനെയാണ്. പക്ഷേ in 1947, after independence, India was in a stage where there was lack of food for the growing population. ഇന്ത്യയിലെ ഡിമാൻഡ് അനുസരിച്ച് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം 1947 തുടങ്ങി ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. മുന്തിയ ഇനം ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക വഴി ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് ഒരു കുറവ് വരുത്തിയെന്ന് മാത്രമല്ല, ഇന്ത്യ നൗ ബിക്കെയിം വൺ ഓഫ് ദി ലീഡിംഗ് ഫുഡ് എക്സ്പോർട്ടിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. അത്തരത്തിൽ ഇന്ത്യയെ മാറ്റിയെടുക്കാൻ സഹായിച്ചത്
ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഉൾപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും in Indian Green Revolution, it has helped our country to meet the national requirements in food production. Not only that, it has also helped the country to export food grains to other countries. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഹൈബ്രിഡ് വെറൈറ്റികളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, ഇത്തരത്തിൽ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ഹൈബ്രിഡ് വെറൈറ്റീസ്? സോ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഹൈബ്രിഡ് വെറൈറ്റീസ്? നമ്മൾ പറഞ്ഞതാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആർ സം പ്ലാന്റ്സ് ഓർ എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. എന്തൊക്കെയാണ് ഈ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്? ഇപ്പം നിലവിലുള്ള ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ക്യാരക്ടേഴ്സ് വേണം എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്? ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാലോ? ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ? എന്തൊക്കെയായിരിക്കും? എന്തിനായിരിക്കും നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്? യെസ്, ദ ഫസ്റ്റ് വൺ ഇസ് ഇൻക്രീസ്ഡ് ക്രോപ്പ് ഈൽഡ്. ശരിയാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? കുറച്ച് സ്പേസ്, മാക്സിമം ഈൽഡ്, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ചെടികളേക്കാൾ കൂടുതൽ ഈൽഡ് നൽകാൻ കഴിയുന്ന ചെടികൾക്കായിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡിസൈറബിൾ ക്യാരക്ടറും എന്ത് തന്നെയാണ്? ഇൻക്രീസ്ഡ് ക്രോപ്പ് ഈൽഡ്. രണ്ടാമത്തേത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, അല്ലേ? ഇപ്പോൾ ഉള്ള ഫുഡ് ന്യൂട്രീഷണൽ വാല്യൂസിനേക്കാൾ കൂടുതൽ വാല്യൂസ് ഉള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് ആണെങ്കിലും ഫാറ്റ് കണ്ടൻറ്റ് ആണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ഇനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ കിട്ടുക. ഇൻക്രീസ്ഡ് ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. അതെന്താ? യെസ്, അവർ നിൽക്കുന്ന ഫീൽഡിലെ ധാരാളം സ്ട്രെസ്സസ് ചെടികൾക്ക് ഉണ്ടാകാറുണ്ട്. എൻവയോൺമെൻറ്റിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുക, ഉപ്പ് രസം കൂടുതലായിട്ടുണ്ടാവുക, വരൾച്ച ഉണ്ടാവുക, അത്തരം കണ്ടീഷൻസിനെ, ആ സ്ട്രെസ്സസിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന സസ്യങ്ങൾ. ദറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്, എസ്പെഷ്യലി ടു സലൈനിറ്റി, extreme temperature, drought, etc. Then the next one is resistance to pathogens. അതെ, നമ്മുടെ കൃഷിയിടങ്ങളിലെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? അതെ, സസ്യങ്ങളെ ആക്രമിക്കുന്ന കീടങ്ങളും ഒപ്പം തന്നെ അവയ്ക്ക് അസുഖം ഉണ്ടാക്കുന്ന ഫംഗസും ബാക്ടീരിയയും വൈറസും ഒക്കെ. അത്തരത്തിലുള്ളവയെ തുരത്താൻ കഴിയുന്ന സസ്യങ്ങൾ, സ്വയം പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യങ്ങൾ. സോ റെസിസ്റ്റൻറ്റ് ടു പാത്തജൻസ്. And the last desirable quality is increased tolerance to insect pest. അവരെ ആക്രമിക്കുന്ന കീടങ്ങളെ തുരത്താനുള്ള കഴിവുള്ള സസ്യങ്ങൾ. ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഇത്തരത്തിലുള്ള സുപ്പീരിയർ ക്യാരക്ടേഴ്സ് ചെടികളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. We can look on the steps of plant breeding. So the first one is collection of variability. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഒന്നാമത്തെ ഘട്ടം. ദറ്റ് ഈസ് collection of variability. The genetic variability is the root of all breeding program. എല്ലാ ബ്രീഡിംഗ് പ്രോഗ്രാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ജനിതകപരമായി സസ്യങ്ങളിലുള്ള വ്യത്യസ്തതയാണ്. ഒരു സസ്യത്തിന് നിലവിൽ എന്തെല്ലാം ക്യാരക്ടേഴ്സോട് കൂടിയ സസ്യങ്ങളാണോ നിലവിലുള്ളത്, അത്തരം സസ്യങ്ങളെ മുഴുവൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ the entire collection of plants and seeds having all the diverse alleles for all genes present in a given crop is called its germplasm. ഒരു സസ്യത്തെ സംബന്ധിച്ച് നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു പയറ് ചെടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പയറ് ചെടിയെ സംബന്ധിച്ച് അതിൻ്റെ നിലവിലുള്ള എല്ലാ വെറൈറ്റീസിനെയും, അതായത് ഇനി നമ്മൾ പുതുതായി ഉണ്ടാക്കുന്നതല്ല, ഇപ്പോൾ നിലവിലുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടിയ സസ്യങ്ങളുടെ ഏതു ഭാഗമാണോ പുതിയ ചെടിയാവാൻ കഴിയുന്നത് ആ ഭാഗത്തെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തെ കളക്ട് ചെയ്യുക എന്നതാണ് ഈ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ചതുപോലെ പോളൻ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇവിടെയും സസ്യത്തിൻ്റെ വിത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ രൂപത്തിലോ ഒക്കെ തന്നെ നിലവിലുള്ള
സസ്യങ്ങളുടെ ആ സസ്യത്തിൻ്റെ എല്ലാ വെറൈറ്റീസിനെയും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ജേം പ്ലാസം ബാങ്കുകളുണ്ട്. അവിടെ ഇത്തരത്തിൽ ഈ ഇപ്പം നിലവിലുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളോടും കൂടിയ സസ്യങ്ങളുടെ വിത്തുകളെയോ അല്ലെങ്കിൽ അത് പുതിയ ചെടിയാകാൻ കഴിയുന്ന ഏതു ഭാഗത്തിനെയും നമുക്ക് ജേം പ്ലാസം എന്ന് പറയാം. അത് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടമായ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. രണ്ടാമത്തെ ഘട്ടം, വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടമാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരൻസ്. നമ്മൾ കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ഏതു ഭാഗത്താണെങ്കിലും നിലവിൽ ഒരു ചെടിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ ജേം പ്ലാസം കളക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ജേം പ്ലാസത്തിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക. ഏതൊക്കെ ഇനങ്ങളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്വഭാവങ്ങളെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ ഒരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. വളരെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു സസ്യവും ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരു സസ്യത്തിനെയുമാണ് നമ്മൾക്ക് കമ്പൈൻ ചെയ്യേണ്ടതെങ്കിൽ ജേം പ്ലാസത്തിൽ നിന്നും ജേം പ്ലാസം കളക്ഷനിൽ നിന്നും അത്തരം സ്വഭാവ സവിശേഷതയുള്ള രണ്ട് സസ്യങ്ങളെ തിരഞ്ഞെടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നിന് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ടാവണം, മറ്റേതിന് ഡിസീസ് റെസിസ്റ്റീവും ആയിരിക്കണം. ഇത്തരത്തിൽ രണ്ട് ചെടികളെ നമ്മൾ ജേം പ്ലാസം കളക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഈ സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് പാരൻസ്. ഇവിടെ ഡിസയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമ്മൾ 2 പാരൻസിനെ സെലക്ട് ചെയ്യുന്നു. ഈ പാരൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 തലമുറ സെൽഫ് പോളിനേഷനിലൂടെ പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിച്ച് ഹോമോസൈഗസ് ആണ്, അതായത് ഇവരിൽ ഒരു കലർപ്പും ഉണ്ടായിട്ടില്ല എന്നൊരവസ്ഥ വരെ നമ്മൾ എത്തിക്കുന്നു. ഈ അവസ്ഥയാണ് സെലക്ഷൻ ഓഫ് പാരൻസിൻ്റെ ഒന്നാം ഘട്ടം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, ഒരു പാരൻറ്റിനെ നമ്മൾ മെയിൽ പാരൻ്റ് എന്നും മറ്റൊരു പാരൻറ്റിനെ ഫീമെയിൽ പാരൻ്റ് എന്നുമാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് മെയിൽ പാരൻ്റ് ആയിരിക്കും, മറ്റേത് ഫീമെയിൽ പാരൻ്റ് ആയിരിക്കും. ചെടി ബൈസെക്ഷുവൽ ആണെങ്കിൽ. യൂണിസെക്ഷുവൽ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബൈസെക്ഷുവൽ പ്ലാന്റ് ആണെങ്കിൽ ഒന്ന് മെയിൽ പാരൻറ്റും മറ്റൊന്ന് ഫീമെയിൽ പാരൻറ്റുമായിരിക്കും. അത്തരത്തിൽ ജേം പ്ലാസം ഇവാലുവേറ്റ് ചെയ്യുകയും നമുക്ക് അനുയോജ്യമായ സ്വഭാവങ്ങൾ അനുസരിച്ച് സസ്യങ്ങളെ മെയിൽ പാരൻ്റ് എന്നും ഫീമെയിൽ പാരൻ്റ് എന്നും കാറ്റഗറൈസ് ചെയ്ത് പാരൻസിനെ സെലക്ട് ചെയ്യുന്ന സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരൻസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. എന്താണ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്? ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പാരൻസ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. അതേ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പാരൻസ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു നമുക്ക് വേണ്ടത് എന്തൊക്കെ സ്വഭാവങ്ങളാണ്. ഒന്നിൽ ന്യൂട്രീഷണൽ വാല്യൂ, അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം, മറ്റൊന്നിൽ ഡിസീസ് റെസിസ്റ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള 2 പാരൻസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യണം. 2 പേരെയും ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യുന്നതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു ആ സ്റ്റെപ്പുകൾ? എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ഇമാസ്കുലേഷൻ. എന്താണ് ഇമാസ്കുലേഷൻ എന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ബൈസെക്ഷുവൽ പാരൻറ്റിൽ നിന്ന് അതിൻ്റെ ആന്തറിനെ റിമൂവ് ചെയ്യാണ്. സോ ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം എ ബൈസെക്ഷുവൽ പാരൻറ്റ് ഫോർ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഈസ് ഇമാസ്കുലേഷൻ. ഇപ്പോൾ സെലക്ട് ചെയ്ത പാരൻറ്റ് ബൈസെക്ഷുവൽ ആണെങ്കിൽ അതിൽ നിന്ന് ബൈസെക്ഷുവൽ ഫീമെയിൽ പാരൻറ്റിൽ നിന്ന് മെയിൽ പാർട്സിനെ റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ എന്താണ്? യെസ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാഗിങ്. ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ ബാഗ് ചെയ്യണം. കാരണം അൺവാണ്ടഡ് പോളൻസ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഫീമെയിൽ പാരൻ്റ് പൊല്യൂട്ടഡ് ആകാൻ പാടില്ല. അപ്പോൾ അവിടെ അതിനെ ബാഗ് ചെയ്യുന്നു. ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്ന സമയത്ത് മെയിൽ പാരൻറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന പോളനെ ആർട്ടിഫിഷ്യലായിട്ട് അതിൽ ഡസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് സ്റ്റെപ്പ് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആൻഡ് അഗെയിൻ റീബാഗിങ് ഇറ്റ് അല്ലേ? റീബാഗ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കളക്ട് ഹൈബ്രിഡ് സീഡ്സ്. അതിൽ നിന്ന് ഹൈബ്രിഡ് സീഡ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ഹൈബ്രിഡ് സീഡ്സ് വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഓഫ് സ്പ്രിങ്ങും നമ്മൾ വിചാരിച്ച ക്യാരക്ടേഴ്സോട് കൂടിയവ ആയിരിക്കുമോ?
അല്ല അല്ലേ. ഒരു 1000, 100, 1000 എണ്ണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ 1 2 ആയിരിക്കും നമ്മൾ വിചാരിച്ച ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സോട് കൂടിയവ. എന്തൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത്? പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരിക്കണം, മാത്രമല്ല അത് ഡിസീസ് റെസിസ്റ്റീവുമായിരിക്കണം. അത്തരത്തിൽ കിട്ടുന്ന ഹൈബ്രിഡ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. എന്താണ്? സെലക്ഷൻ ആൻഡ് testing of superior recombinants. So the 4th step is selection and testing of superior recombinants. The plants which have the combination of the desired characters are selected from the progeny of hybrids. നമ്മൾ ഇത്തരത്തിൽ ഡെവലപ്പ് എടുത്ത സീഡ്സിനെ വിതച്ചു നോക്കുന്നു, അതിൽ നിന്ന് പ്ലാന്റ്സിനെ റേസ് ചെയ്യുന്നു. അങ്ങനെ റേസ് ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടേഴ്സോട് കൂടിയവയാണോ എന്ന് പരിശോധിച്ച് തിരിച്ചറിയണം. അതാണ് ഈ സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ് എന്ന 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദ സെലക്ഷൻ പ്രോസസ് ഈൽഡ് പ്ലാന്റ്സ് ദാറ്റ് ആർ സുപ്പീരിയർ ടു ബോത്ത് പാരൻസ്. 2 പാരൻസിനെ, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത 2 പാരൻസിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതയുള്ള പ്ലാന്റ്സിനെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അത്തരത്തിൽ ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ സുപ്പീരിയർ റീകോമ്പിനൻസ് എന്ന് പറയുക. So they are self-pollinated for several generations till they reach a homozygosity and make sure that the characters do not segregate. അപ്പോൾ അതിൽ ഇത്തരത്തിൽ കിട്ടിയ ഹൈബ്രിഡ്സിനെ ധാരാളം ജനറേഷൻസ്, സെൽഫ് പോളിനേഷൻ വഴി ധാരാളം ജനറേഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം കൃത്യമായിട്ടും ഈ ഹൈബ്രിഡ് ഇത്തരം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈറബിൾ ക്യാരക്ടേഴ്സോട് കൂടിയവയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ സെൽഫ് പോളിനേഷന് അനുവദിച്ച് പുതിയ ഒരു ചെടിയെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്താ നമ്മൾ ചെയ്യുന്നത്? ദ ന്യൂലി ഡെവലപ്ഡ് പ്ലാന്റ് വെറൈറ്റീസ് ഹാവിങ് superior qualities are listed for their yield and other agronomic traits. നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈബ്രിഡിൻ്റെ എല്ലാ പ്രധാന സ്വഭാവ സവിശേഷതകളും ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ്, ഉറപ്പ് വരുത്തുകയാണ്. വീണ്ടും വീണ്ടും പല ആവർത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത്തരം ചെടികളെ, പുതുതായി ലഭിച്ച ഹൈബ്രിഡ് വെറൈറ്റീസിനെ റിസർച്ച് സ്റ്റേഷനുകളിൽ അവയ്ക്ക് നൽകേണ്ട അഗ്രികൾച്ചർ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഫെർട്ടിലൈസർ, കൃത്യമായ ഇറിഗേഷൻ ഇവയൊക്കെ കൊടുത്തിട്ട് ജലസേചനവും അല്ലെങ്കിൽ ആ കൊടുക്കേണ്ട വളത്തിൻ്റെ അളവും ഒക്കെ അറിയുന്നതിന് വേണ്ടി റിസർച്ച് സ്റ്റേഷനുകളിൽ പല കാലാവസ്ഥകളിൽ വളർത്തി നോക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വളർത്തി നോക്കിയതിന് ശേഷം ഇവയെ അഗ്രികൾച്ചർ ഫീൽഡുകളിൽ, സാധാരണ കൃഷിക്കാരുടെ ഫീൽഡുകളിൽ വളർത്തി നോക്കുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് ആദ്യം റിസർച്ച് സ്റ്റേഷനിൽ വളർത്തി നോക്കും, അവയ്ക്ക് കൊടുക്കേണ്ട വളവും വെള്ളത്തിൻ്റെയും ഒക്കെ അളവൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്ത കാലാവസ്ഥകളിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കർഷകരുടെ കൃഷിയിടങ്ങളിൽ 3 4 ആവർത്തി, 3 4 ജനറേഷൻസ് റേസ് ചെയ്യുന്നത് വരെ കൃഷി ചെയ്ത് ഡിസൈറബിളായ ക്യാരക്ടേഴ്സ് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുകയും ആ സസ്യം നിലവിലുള്ള മറ്റ് സസ്യങ്ങളെക്കാൾ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. ഇത്തരത്തിൽ ഉറപ്പ് വന്ന സസ്യങ്ങളെ കർഷകർക്ക് അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡേഴ്സിന് ഒരു റിലീസ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിൽ റിലീസ് കമ്മിറ്റികൾ ഇത് അവലോകനം ചെയ്തതിന് ശേഷം അവയ്ക്ക് പുതിയ പേര് നൽകുകയും അവ പുതിയ പേരിലുള്ള വിത്ത് ഇനങ്ങളായിട്ട് കർഷകർക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലാണ് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസിനെ നമ്മൾ കമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നത്. സോ ലെറ്റ് us look once again the steps. What are the steps in plant breeding? The first one is collection of variability. The second one is evaluation and selection of parents. The third one, cross hybridization among the selected parents. Then selection and testing of superior recombinants. Then testing, release and commercialization of new cultivars.
ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പായ ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പാരൻസ്, ആ സ്റ്റെപ്പ് വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരുപാട് സമയം എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. കാരണം വളരെ വർഷങ്ങൾ തന്നെ ചിലപ്പോൾ വേണ്ടി വരും രണ്ട് സസ്യങ്ങളെ ഹൈബ്രിഡൈസ് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം ആർട്ടിഫിഷ്യലി ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയൊരു ചെടി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് വിത്ത് എടുത്ത് അതിനെ പുതിയ സസ്യമാക്കുന്ന ആ ഒരു പ്രോസസ്സ് ദാറ്റ് മേ ടേക്ക് ഇയേഴ്സ്. ഇപ്പോൾ വളരെ പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിറിൽസിലും, അതായത് ചെറുധാന്യങ്ങളിലും മറ്റുമൊക്കെയാണ് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ എണ്ണം നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. സോ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിലൂടെ വ്യത്യസ്ത ഹൈബ്രിഡുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എവിടെയാണ് ഇത്തരത്തിൽ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് നടത്തി പുതിയ ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക? You try to find out some of the major agriculture institutes in India and abroad. Try to know about the research works conducted in these institutes for the advancement of agriculture. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നിലവിൽ ഇപ്പോഴുള്ള ധാരാളം അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന റിസർച്ച് വർക്ക്സ് എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണം. Try to know more about the impact of green revolution in Indian agriculture. Not only that, try to know more about the eminent personality behind green revolution. Also collect information about blue revolution, white revolution, yellow revolution, silver revolution, etc., which had made drastic changes in Indian agriculture. Thank you.